ചൈതന്യമായി നിന്ന സൂര്യനോ ദൂരെ ദൂരെ പോകയോ, വാർമഴവിൽ ഈഴഴകില്ല നീലാംബരത്തിൽ മാഞ്ഞുവല്ലേ. ദേവകരാങ്കുലിലതകൾ എഴുതും കവിതേ, വ്യോമസുരാംഗന മുടിയിൽ ചൂടും മലരേ, നിമിഷമോരോന്നായി കൊഴിയുന്ന നേരം, നിമിഷമോരോന്നായി കൊഴിയുന്ന നേരം, വിളറും മുഖമോ അകലേ. ചൈതന്യമായി നിന്ന സൂര്യനോ ദൂരെ ദൂരെ പോകയോ. സംഗീതത്തിനെ വിശേഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഒരുപാട് വലിയ വലിയ സംഗീതജ്ഞർ അവരുടേതായിട്ടുള്ള ചില ഡെഫിനിഷൻസ് മ്യൂസിക്കിനെ പറ്റി തന്നിട്ടുണ്ട്. അതേപോലെ ഒന്ന് ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നു. ദ ബെസ്റ്റ് തിങ് അബൌട്ട് മ്യൂസിക് ഇസ് ദാറ്റ് വെൻ ഇറ്റ് ഹിറ്റ്സ് യു, യു ഫീൽ നോ പെയിൻ. നമ്മൾ വളരെ വിഷമിച്ചൊരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും മനസ്സിൽ വിഷമമുണ്ടെങ്കിലും എവിടെയോ അത് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ എല്ലാവർക്കും ഒരു പ്ലെഷർ നമ്മുടെ ഉള്ളിൽ വരും. ദാറ്റ് ഈസ് ദ പവർ ഓഫ് മ്യൂസിക്. ആൻഡ് ഓൺ ദാറ്റ് നോട്ട് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഓൾ ഓഫ് യു ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് ഡ്യുവറ്റ്. ഇന്ന് ഡ്യുവറ്റിൽ നമ്മളോടൊപ്പം ഉള്ളത് ഒരു വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള സിംഗറാണ്. ഐ എം വെരി വെരി ഹാപ്പി ടു ഹാവ് ഹർ ഓൺ ഡ്യുവറ്റ് ടുഡേ. നല്ലൊരു സിംഗർ, നല്ലൊരു ആർട്ടിസ്റ്റ് ഓൺ എ ഹോൾ. എനിക്ക് ഈ സിംഗറിനെ പറ്റിയിട്ടുള്ള ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇസ് ഡെഫിനറ്റ്ലി ഹർ ഡെഡിക്കേഷൻ ടു മ്യൂസിക്. സ്റ്റേറ്റ് അവാർഡ് വിന്നർ ആൻഡ് വൺ ഓഫ് ദി ബെസ്റ്റ് വോയിസസ് ദാറ്റ് വി ഹാവ് ഇൻ മലയാളം ടുഡേ. വെരി പ്രൗഡ് ടു വെൽക്കം സിത്താര. ഹായ് സിത്താര, വെൽക്കം ടു ഡ്യുവറ്റ്. സിത്താര എപ്പോഴും പ്രോഗ്രാംസിനും എല്ലാത്തിനും കാണാറുള്ളതാണ്. അപ്പോൾ സിത്താര ഈ ഡ്യുവറ്റിൽ വീണ്ടും സിത്താരെ കാണാൻ പറ്റിയതിൽ സിത്താരെ കാണുമ്പോൾ എപ്പോഴൊരു സന്തോഷമാണ്. ശരിക്കും ഇറ്റ്സ് സോ നൈസ് ടു സീ യു ഡൂയിങ് സോ വെൽ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇപ്പം ജോൾസിന് വളരെ നല്ലൊരു പാട്ടുകാരിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. യു ആർ എ വെരി ഗുഡ് ലിസണർ. അല്ല, അതെല്ലാവർക്കും അറിയാം. യു ആർ എ വെരി ഗുഡ് ലിസണർ ആൻഡ് എ വണ്ടർഫുൾ ഹ്യൂമൻ ബീങ് ടു. അപ്പോൾ അങ്ങനെ ഒരാളുടെ കൂടെ ഇങ്ങനെ ഒരു സമയം സ്പെൻഡ് ചെയ്യണില്ല. മാത്രമല്ല, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, അതിലേറെ റെസ്പെക്ട് ചെയ്യുന്ന 3 മ്യൂസീഷ്യൻസാണ് ഇവിടെ ഉള്ളത്. അപ്പം നിങ്ങളുടെ കൂടെ കുറച്ച് ക്വാളിറ്റി സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതിൽ താങ്ക് യു സോ മച്ച് സിത്താര. സിത്താര പറഞ്ഞ പോലെ വി ആർ ഓൾസോ വെരി വെരി ഹാപ്പി ടു ഹാവ് യു ഹിയർ ടുഡേ. കാരണം ഓരോ വർഷം പോകുന്തോറും സിത്താരയുടെ പ്രൊഫൈൽ ഇങ്ങനെ വലുതായി വരികയാണ്. അപ്പം അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് സിത്താര. ആൻഡ് ഐ മസ്റ്റ് ടെൽ യു, അതിൻ്റെ ഒരു എന്താ പറയുക, ഫുൾ ക്രെഡിറ്റ് ശരിക്കും സിത്താരയ്ക്കാണ്. ഇറ്റ്സ് യുവർ കംപ്ലീറ്റ് ഡെഡിക്കേഷൻ ടു വാട്ട് യു ഡു കേട്ടോ. ശരിക്കും ഇപ്പോഴത്തെ പുതിയ ന്യൂ ഏജ് സിംഗേഴ്സിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സിംഗേഴ്സിൽ ഒരാളാണ് സിത്താര. അതെനിക്ക് എവിടെ വേണമെങ്കിലും പറയാം. യുനോ, ശരിക്കും സംബഡി ഹു ഗോസ്, യു ലിറ്ററലി ഗോ ഔട്ട് ഓഫ് യുവർ വേ ടു വർക്ക് ഫോർ യുവർ മ്യൂസിക്. അത് ശരിക്കും എല്ലാവരിലും കാണുന്ന ഒരു സംഭവം അല്ല ഇന്ന്. അപ്പോൾ എന്തായാലും വി ആർ സോ ഹാപ്പി ടു ഹാവ് യു ഹിയർ ടുഡേ വിത്ത് ആർ മ്യൂസിഷ്യൻസ് റാൽഫിൻ ഓൺ പിയാനോ, ഫ്രാൻസ് ചേട്ടൻ ഓൺ വയലിൻ, രാജേഷ് ചേട്ടൻ ഓൺ ഫ്ലൂട്ട്.
അപ്പം എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സിത്താരയുടെ പാട്ടുകൾ ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ബിഫോർ ദാറ്റ് ഓഫ് കോഴ്സ് സിത്താര വരുന്നത് ഒരു വളരെ എനിക്ക് സിത്താരയുടെ പേരൻസിനെയും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഐ നോ ദാറ്റ് ദേ ആർ ഹാർഡ് കോർ ആർട്ട് ലവേഴ്സ്. അപ്പോൾ എനിക്കൊരു സിത്താര ബിഗിനിങ്ങിൽ പാട്ട് മാത്രമല്ല, ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാ ആർട്ട് ഫോമിലും സിത്താരയുടെ ഒരു കൈ സിത്താര വെച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം, അല്ലേ, ഇൻക്ലൂഡിങ് ഡാൻസ് കോമ്പറ്റീഷൻസ്. നമ്മളുടെയൊക്കെ ഒരു സ്കൂൾ ടൈമിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള സ്പേസ് പറഞ്ഞാൽ ഇത്തരം മത്സരങ്ങളാണല്ലോ. അപ്പോൾ ആ രീതിയിൽ ഞാൻ ക്ലാസിക്കൽ ഡാൻസും ട്രെയിനിങ് എടുത്തിരുന്നു. പറഞ്ഞ മാതിരി 16-17 ഇയേഴ്സ് പ്രാക്ടീസ് ചെയ്തിരുന്നു. അപ്പം ആ സമയത്തൊക്കെ ഭരതനാട്യം, കുച്ചിപ്പുടി. അപ്പം ആ സമയത്ത് മത്സരങ്ങൾ കുറച്ചും കൂടി പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇവന്റ് ആയിട്ട് എല്ലാവരും ഈ ഡാൻസിനെയാണ് കൂടുതലും പത്രത്തിലും ചാനലിലൊക്കെ വരാൻ സാധ്യത കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അറിഞ്ഞായിരുന്നത്. പിന്നീട് അങ്ങോട്ട് ക്ലാസിക്കൽ ഡാൻസിനെക്കാട്ടിലും കൂടുതൽ സ്പേസ് മ്യൂസിക്കിനുണ്ടല്ലോ ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ. കുറച്ചുകൂടി വേദികൾ കൂടുതലാണ്. അപ്പോൾ പാട്ടിങ്ങനെ പ്രാക്ടീസ് അവസരങ്ങൾ കുറച്ചും കൂടി പാട്ടിൽ കൂടിയപ്പോൾ ഡാൻസിങ്ങിനെ കുറച്ച് പെർഫോം ചെയ്യുന്നതിൻ്റെ ഒരു ഫ്രീക്വൻസി കുറഞ്ഞു. അങ്ങനെ ഗ്രാജുവലി ആണ് കംപ്ലീറ്റ് ആയിട്ട് മ്യൂസിക്കിലേക്ക്. അതെ, ഇപ്പോൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ചെയ്തിട്ട് കുറേ ആയി. ഞാനത് ഉപേക്ഷിച്ചു എന്നൊന്നും പറയാൻ എനിക്ക് ഇഷ്ടമില്ല. കാരണം അത്രയും പ്രാക്ടീസ് ചെയ്തിരുന്നു, അത്രയും സമയം അതിന് വേണ്ടി മാറ്റി വെച്ചിരുന്നു. എനിക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്താ ചെയ്യും, ഇപ്പം ഫുൾ ഫോക്കസ് മ്യൂസിക്കിലാണെന്ന് പറയാം. ഞാൻ സിത്താര ഒരുപാട് പഴയ പാട്ടുകളൊക്കെ ഒരുപാട് ഇങ്ങനെ ശ്രദ്ധയായിട്ട് പാടുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം, ഡ്യുവറ്റിൽ സിത്താരയുടെ ഫസ്റ്റ് സോങ് ബാബുരാജ് മാഷിൻ്റെ ഒരു കോമ്പോസിഷൻ വെച്ച് തുടങ്ങണം. ഉറപ്പായിട്ടും, സന്തോഷത്തോടെ. ചന്ദ്രിക പകലിരുന്നുറങ്ങും പഞ്ചലോഹമേടയിലെ പാർവണ ചന്ദ്രിക പകലിരുന്നുറങ്ങും പഞ്ചലോഹമേടയിലെ അനുരാഗ വിവശയം ഏതോ നായിക അയച്ചതാവാ അസ്തമന കടലിന്നകലെ അകലെ അകലെ അജ്ഞാത ദ്വീപിലെ അരയന്നങ്ങളെ തിരമാലകളെ ആരുദൂതിനയ
അസ്തമന കടലിനകലെ അകലെ അകലെ അജ്ഞാത ദ്വീപിലെ അരയന്നങ്ങളെ തിരമാലകളെ ആരു ദൂതിനയച്ചു നിങ്ങളെ ആരു ദൂതിനയച്ചു. ബ്യൂട്ടിഫുൾ സിത്താര.